നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബൊമ്പായം. ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക തിരുവാതിര പുണരത്തിൻ്റെ 3/4 ഭാഗം വരെയാണ് മിഥുനക്കൂറ്. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ശനി ഇപ്പോൾ 10 നിൽക്കുന്ന കാലഘട്ടമാണ് കണ്ടകശനി. കണ്ടകം കൊണ്ടേ പോകൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജോലിക്ക് ചില തടസ്സങ്ങളും വിഷമങ്ങളും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി എന്ന് പറഞ്ഞൊരു ദോഷം ശനി 10 സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് ഒരുപാട് തൊഴിൽ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാവേ കർമ്മഗതേതു കർമ്മവിഗതർ, കർമ്മത്തിനൊക്കെ തടസ്സം. ഏത് ജോലിക്ക് പോയാലും ഒന്നിലും ഒരു മെച്ചവും നേട്ടവും ഭാഗ്യവും കിട്ടണില്ല. ഉള്ള ജോലി കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോവാമെന്ന് തോന്നും. ഉള്ള ഫീൽഡ് തന്നെ മാറിക്കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും. എവിടെ ചെന്നിട്ടും ഏത് രാജ്യത്ത് ചെന്നിട്ടും നമുക്ക് നല്ല ജോലിയോ ശമ്പളമോ മെച്ചമോ നേട്ടമോ കിട്ടണില്ലെന്ന് വിഷമം വരും. അങ്ങനെ ദുഷ്കീർത്തികളും പേരുദോഷങ്ങളും ആജ്ഞാക്ഷര 3-ാം തീയതി ഒരു കാര്യം നടത്താനും നമ്മളോട് പറഞ്ഞാലും നമ്മൾ പറഞ്ഞ് തീരുമാനിച്ചുറപ്പിച്ചാലും അതൊക്കെ തടസ്സപ്പെട്ടു പോവും. വിനാശന നാശനഷ്ടങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ അപകടങ്ങൾ, കടങ്ങളൊക്കെ ഉള്ള ഒരു ഘട്ടമാണ് കണ്ടകശനി. ആ കണ്ടകശനിയുടെ ദോഷത്തിൽ നിന്ന് കുറച്ച് സമാധാനപരമായ നേട്ടങ്ങൾ കിട്ടാൻ യോഗമുള്ള സമയമാണ് വക്രത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം. ഒരു ഗ്രഹത്തിന് അതിബാലശ്ച കുമാരോ യുവ ഭൂമിജോ വൃദ്ധ മൃത ഇതി സ്ഥാനഭേദാഹ ക്രമശോ ദശാഹ. അതിബാല്യം, ബാല്യം, കൗമാര, യൗവന, വാർദ്ധക്യം, മരണം, ഇങ്ങനെയുള്ള 7 അവസ്ഥകളുണ്ട്. അപ്പോൾ 7 അവസ്ഥയിൽ നിന്നും ഈ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് കുറച്ച് ഗുണങ്ങൾ ധാരാളം കിട്ടും. യുവാവക്ര സമാരംഭേ വക്രഗത്യാ മഹീപതി ആസന്നാസ്തമയോ വൃത്ത സൂര്യലുപ്തകരോ മൃത. എന്ന് വെച്ചാൽ വക്രഗത്യാ മഹീപതി, വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹ രാജാവ്. ആസന്നാസ്തമയോ വൃത്ത, അസ്തമയം മൗഢ്യം വരുമ്പോൾ വൃത്താവസ്ഥയും. നല്ല മൗഢ്യത്തിൽ നിൽക്കുന്ന അവസ്ഥ വാർദ്ധക്യ മരണാവസ്ഥയാണ്. അപ്പോൾ ഈ വക്രഗത്യാ മഹീപതി എന്ന് പറയുമ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പം ദോഷമല്ല, ദോഷമുള്ളവർക്കും ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ശനി നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തടസ്സങ്ങളും മാറാനും കിട്ടാതെ കിടക്കുന്ന ജോലിയിൽ നമുക്ക് ഉയർച്ച കിട്ടാനും ഏത് പ്രവൃത്തി ചെയ്താലും അത് ഉറച്ചു നിൽക്കണം. മാറിപ്പോയാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളത് കിട്ടൂല, വേണ്ടെന്നും കൊണ്ട് കണക്ട് ചെയ്യാൽ പിന്നെ നമുക്കെല്ലാം പോവുകയും ചെയ്യും. അതേപോലെ എവിടെ ചെന്നാലും നമുക്ക് ഉറച്ചു നിന്ന് നമ്മളെ പ്രവൃത്തികളെ ശ്രദ്ധയോടുകൂടി, വലിയ ശമ്പളം കിട്ടിയില്ലെങ്കിലും നല്ല മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ നമുക്ക് അവിടെ ഉള്ളവരുടെ പ്രീതിയും, അവർക്ക് തന്നെ നമ്മൾ മിടുക്കരാണ്, ശമ്പളം കുറവാണെങ്കിലും അവർ കളഞ്ഞിട്ട് പോയില്ല, നല്ല രീതിയിലാണ് നമ്മളെ പ്രവൃത്തികൾ ഇടപാടുകൾ എന്ന് മനസ്സിലാക്കി നമുക്ക് നല്ല പ്രോത്സാഹനങ്ങളും സഹായങ്ങളും നല്ല പ്രൊമോഷനുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നിൽക്കണോ വേണ്ടേ, കളയണ്ടേ എന്നൊക്കെ വിചാരിക്കുന്ന പരിപാടികൾ കളയണ്ട. നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ തഴച്ച് വളരാൻ സാഹചര്യം കിട്ടും. ശനി ബലവാനായിട്ട് നിന്നാൽ നമുക്ക് വളരെയധികം ഐശ്വര്യത്തെ കിട്ടുമെന്നാണ്. ആത്മാദിയോർ ഗഗനകേർ ബലഭക്തരാഹ ദുർബലജ്ഞേയോ വിപരീതം ശനി സ്മൃതം. ശനിക്ക് ബലം കൂടുമ്പോൾ ദോഷം കൂടുമെന്നല്ല, ദോഷങ്ങൾ കുറഞ്ഞു നല്ല സന്തോഷവും ഐശ്വര്യങ്ങളും പുരോഗതികളും കിട്ടുമെന്നാണ്. അപ്പോൾ ശനി വക്രത്തിൽ നിൽക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ചെറിയ അധ്വാനങ്ങൾ പോലും വലിയ ഭാഗ്യങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള യോഗമുണ്ട്. ഏത് പരീക്ഷയ്ക്കോ മത്സരത്തിനും കാര്യത്തിനും പോയാലും അത് നമുക്ക് നല്ല രീതിയിൽ വിജയിച്ച് നേടാനുള്ള കഴിവും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളുമൊക്കെ നമുക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ഗുണനന്മകൾ നമ്മളെ തേടിയിരിക്കുന്ന വിവരം നമ്മൾ അറിയാതെ പോകുമ്പോൾ നമ്മളെ പരിശ്രമത്തിന് കുറവുകൾ ബാധിച്ചു. അപ്പോൾ ഈ നല്ല കെട്ട കാര്യങ്ങൾ
നമ്മളെ തേടി എത്തുമ്പോഴാണ് നല്ലതാണെങ്കിൽ നല്ലതും കെട്ടതാണെങ്കിൽ കെട്ടതും ബാധിക്കുന്നത്. ഇവിടെ ഇപ്പം നല്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് മിഥുനക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി കൊണ്ട് ഉള്ളത്. പിന്നെ ജാതകവും കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ജീവിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടും. ശനി നിന്നാലും കണ്ടക ശനി വന്നാലും ഒക്കെ. പക്ഷെ എന്നാൽ ജാതകത്തിലും കൂടി എന്തെങ്കിലും ദോഷങ്ങൾ, ദുരിതങ്ങൾ, വിഷമതകൾ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹാരവും മരുന്നും മന്ത്രവും ഒക്കെ ചെയ്ത് കാര്യങ്ങൾ വിജയിച്ച് നേടാനുള്ള പരിശ്രമം നമുക്ക് ചെയ്യണം. ശനിയുടെ മാറ്റവും വേഴത്തിൻ്റെ മാറ്റവും ഒക്കെ പ്രത്യേകം വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വക്രഗതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത്. മറ്റ് വീഡിയോസും കൂടെ നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ജാതകത്തിൽ നല്ല സമയമാണോ കെട്ട സമയമാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, നക്ഷത്രം, ഇതൊക്കെ നമുക്ക് അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം, വഴിപാട്, പൂജയൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഗുണം കിട്ടും. ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജയും 10 മണിക്ക് മൃത്യുഞ്ജോമവും പിതൃക്കൾക്ക് ബലിയും 4 മണിക്ക് യമരാജ ഹോമവും 5 മണിക്ക് ഭദ്രകാളി പൂജ 6 മണിക്ക് കാലഭൈരവ പൂജകളും അഭിഷേകാദികളും ഒക്കെ കൊണ്ടുള്ള പുഷ്പ ആരതികളും ദീപാരാധന, പുഷ്പാഭിഷേകം മുതലായിരിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള പൂജാ വിധാനങ്ങൾ നടത്തി പോരുന്നുണ്ട്. അപ്പോൾ ആ പൂജകളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ വഴിപാട് നടത്താനോ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം. എന്തായിരുന്നാലും ശനിയുടെ വക്രഗതി കൊണ്ട് നമുക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. തൊഴിൽ തടസ്സങ്ങൾ ഒരുപാട് മാറും. രോഗങ്ങളും വിഷമതകളും പരാജയങ്ങളും ഒരുപാട് നമ്മളിൽ നിന്ന് മാറി ശത്രുക്കളെപ്പോലെ ഇരിക്കുന്ന ആൾക്കാർ പോലും സ്നേഹിച്ചും സഹകരിച്ചും വരാനും സർക്കാർ, കോടതി അധികാരികളിൽ നിന്നും സഹായം, ഉന്നത വിദ്യാ നേട്ടങ്ങൾ, പ്രവർത്തന നേട്ടങ്ങൾ, കാര്യലാഭങ്ങൾ, ഐശ്വര്യങ്ങളൊക്കെ നമ്മളെ തേടിയിരിക്കുന്നത് ഘട്ടമാണ് ഈ ചുരുങ്ങിയ കാലം ശനിയുടെ വക്രഗതിയിൽ ഉള്ളത്. അതിന് എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയവും ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം. കുടുംബദേവന ഭജിക്കണം, ഗ്രാമദേവന ഭജിക്കണം, നവഗ്രഹ പൂജകൾ നടത്തണം. പിന്നെ 10ലെ ശനി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടക ശനി ആയതുകൊണ്ട് ജോലിയിലാണ് കൂടുതൽ പ്രശ്നങ്ങളും ശത്രുതകളും ഉണ്ടാവുന്നത്. അപ്പോൾ ജോലി സ്ഥലത്ത് ഉള്ള ശത്രുതയും വിരോധവും മാറിക്കിട്ടുന്നതിനും മൃത്യൂർ വേദസ്സ ദുഃഖം ശനിരികരുതോ ദാസവൃത്തിയാദി ഗോവി, ബന്ധുക്കളുടെ മരണങ്ങൾ, അപകടങ്ങൾ, വേദി ദുഃഖങ്ങളും, ദാസനും വൃത്യനും കോപിച്ചു എന്ന് വെച്ചാൽ നമ്മളെ മുതലാളിയൊക്കെ തന്നെ ശത്രുക്കളെ പോലെ ആകുന്ന ഒരവസ്ഥയൊക്കെയാണ് കണ്ടക ശനിയിലുള്ളത്. പക്ഷെ ആ കണ്ടകൻ്റെ കാഠിന്യത്തിന് ഒരു ശമനം കിട്ടി വളരെ ഗുണങ്ങളായിട്ടുള്ള ഗുണനന്മകൾ നമുക്ക് കിട്ടാൻ യോഗമുള്ളൊരു ഘട്ടമാണ്. അതുകൊണ്ട് നമ്മളുള്ള ഭാഗ്യങ്ങൾ, നമ്മൾ നിലനിൽപ്പിന് ദോഷമില്ലാത്ത കാര്യങ്ങൾ, ചെറിയ പ്രയത്നങ്ങൾ, വലിയ ലാഭങ്ങൾ, ഇതൊക്കെ കിട്ടാനൊരവസരം ഒത്തിരിക്കുന്ന കാലഘട്ടമാണ്. ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പരിഹാരമൊക്കെ ചെയ്ത് ഭഗവാനെ ഭജിച്ച് ശാസ്താവ്, ഹനുമാൻ, മുരുകൻ, കാലഭൈരവൻ ഇവരെയൊക്കെ ഭജിച്ച് പിന്നെ നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയില്ലെങ്കിലും കുടുംബദേവത, അച്ഛൻ്റെ കുടുംബത്തിലെയും അമ്മയുടെ കുടുംബത്തിലെയും ദേവന്മാരെയൊക്കെ ഭജിച്ച്, സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബദേവനെയും ഭജിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരുപാട് പ്രയാസങ്ങളും മാറാനും മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടാനും സന്തോഷവും സമൃദ്ധി കിട്ടാനും നമുക്ക് നല്ലത് വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.